Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So today we are moving to ratio. In the last class we already studied what is ratio. What do you mean by ratio? When we compared the two quantities in terms of how many times that comparison is called a ratio, and we are using the symbol is to indicate a ratio. And I already said two examples based on that ratio. Today we are going to do some more examples. That is, one question is here. Length of a room is 30 meter and its breadth is 20 meter. So its ratio of length to length of the room to the breadth of the room. അപ്പോൾ ഒരു റൂമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്ററും ആ റൂമിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 മീറ്ററുമായിട്ട് വന്നാൽ ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ റൂം ടു ദ ബ്രെഡ്ത്ത് ഓഫ് ദ റൂം ഈസ് എങ്ങനെ കണ്ടുപിടിക്കും? ratio of length to breadth of the room is equal to എന്താണ്? എങ്ങനെ വരും റേഷ്യോ? ഇറ്റ് ഈസ് 20 ലെങ്ത് ഓഫ് ദ റൂം ടു ബ്രെഡ്ത്ത് ഓഫ് ദ റൂം ആണ്. അപ്പം ലെങ്തിൽ കിടക്കുന്നത് എന്താണോ അതാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ലെങ്ത് ഇവിടെ എത്രയാണ്? 30/20. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ സീറോസ് തമ്മിൽ ക്യാൻസൽ ചെയ്യും. പിന്നെ 3ഉം 2ഉം വരും. ദാറ്റ് ഈസ് 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3:2 റേഷ്യോ ആണ് ലെങ്തും ആ റൂമിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് there are 24 girls and 16 boys going for a picnic. The ratio of the number of girls to the number of boys. അതായത് ഒരു പിക്നിക്കിന് പോകുന്ന ഗേൾസിൻ്റെ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 24ഉം ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 16ഉമാണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ ഗേൾസ് ടു ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ്. സോ അതെങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? Ratio of number of girls to number of boys is equal to എങ്ങനെ റേഷ്യോ ഫൈൻഡ് ചെയ്യും? ഗേൾസ് എന്ന് പറഞ്ഞാൽ 24 ആൻഡ് ബോയ്സ് ഈസ് 16. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്തൊക്കെയാണോ അത് ആദ്യം കിടക്കുന്ന അത് മുകളിൽ എഴുതണം, രണ്ടാമത് കിടക്കുന്നത് താഴെ എഴുതി ഡിവൈഡ് ആണ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യണം? നമ്മൾക്ക് അത് റേഷ്യോയിലാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 24/16 നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 8s are 16, 2 3s are 2 8s are 16 and 3 8s are 24 അല്ലേ? അപ്പം 3/8ൻ്റെ ടേബിൾ കൊണ്ട് രണ്ടിനെയും കട്ട് ചെയ്യും. 3/2 കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ 3:2 റേഷ്യോ. ദിസ് ഈസ് ദ റേഷ്യോസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. സെയിം റേഷ്യോ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ചെയ്തതിനകത്ത് വേറൊരു സിറ്റുവേഷൻ ആയിരുന്നിട്ടും നമുക്ക് 3:2 റേഷ്യോ കിട്ടി. ഇവിടെ വേറൊരു സിറ്റുവേഷൻ ആയിരുന്നിട്ടും 3:2 റേഷ്യോ കിട്ടി. Then we are moving to the example in page number 248. 248ലുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. The length and breadth of a rectangular field are 50 meter and 15 meter respectively. Find the ratio of the length to the breadth of the field. അതായത് ഒരു റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ടു ദ ബ്രെഡ്ത്ത് ഓഫ് ദ ഫീൽഡ്. ഹൗ വിൽ യു ഫൈൻഡ് ദ റേഷ്യോ? ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഗിവൺ തിങ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെല്ലാം അതേപോലെ എടുത്തെഴുതണം. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ rectangular field is equal to 50 meter.
rectangular field is equal to 15 meter. Then ratio of length to the breadth. That is 50 by 15. അല്ലേ? റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫ്രാക്ഷനിൽ 50 by 15. ദാറ്റ് ഈസ് നമുക്കറിയാം 5 3s are 15. 5 കൊണ്ട് 2നെ കട്ട് ചെയ്യുമ്പോൾ 5 3s are 15. 5 10s are 50. 3 by 10 by 3, that is 10:3 ratio. So the ratio of length to the breadth of the rectangular field is 10:3 ratio. Then we have the next example, that is find the ratio of 90 centimeter to 1.5 meter. അപ്പോൾ അവിടുത്തെ രണ്ട് യൂണിറ്റും ഡിഫറെൻ്റ് ആണ്. യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്കും the two quantities are not in the same unit, therefore we have to convert them into same unit. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സെയിം യൂണിറ്റിലാണ് നമ്മൾ റേഷ്യോ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. 1 ഈസ് സെൻറ്റിമീറ്റർ ആൻഡ് 1 ഈസ് യൂണിറ്റ്, 1 ഈസ് മീറ്റർ. അപ്പം മീറ്ററിൽ കിടക്കുന്നതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ഫൈൻഡ് ചെയ്യാം. So 1 is 90 centimeter and another one is 1.5 meter. So we have to convert it the 1.5 meter to the centimeter. That is 1 meter is 100 centimeter. 1.5 is 1.5 into 100. That is എന്ത് വരും? ഡെസിമൽ മാറ്റുമ്പോഴത്തേക്കും 150 centimeter എന്ന് വരും. So we have to find the ratio between 90 is to 150. That is 90 by 150. Zeros cancel ആവും. 3 3s are 9, 3 5s are 15. That is 3 by 5. That is equal to 3:5. So the ratio of 90 and 150 centimeter is 3:5 ratio. So this is the way how to find the ratio of two quantities. രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ, അതായത് സെയിം യൂണിറ്റിൽ വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡായിരുന്നു ഇത്. ദെൻ എന്താണ്, നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഇൻ എക്സസൈസ് 12.2 we have so many problems based on this ratio that we can do in the next class. Today's class is over. Assalamu alaikum.